ഹലോ. അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ ഡബിൾ മൈൻഡ് ചിന്തകൾക്ക് ശേഷം ഞാൻ അവസാനം ഫസ്റ്റ് സോളോ ട്രിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓട്ടോയിൽ കയറി. ബസ്സും കിട്ടി. ബസ് അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് സീറ്റ് കിട്ടാൻ കുറച്ച് താമസിച്ച്. മലപ്പുറം എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. അതും കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയി. അങ്ങനെ അവിടെ നിന്ന് കാലിക്കറ്റ് കഫറ്റീരിയയിലെത്തി. സോ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കാലിക്കറ്റ് കഫറ്റീരിയയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ബീച്ചിൻ്റെ സൈഡിലുള്ള. ഓക്കെ, ഫുഡ് കഴിക്കാം. അവിടെ കോമഡി ആയിരുന്നു. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഓർഡർ എടുക്കാൻ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ചോദിച്ച് ഒറ്റയ്ക്കാണല്ലേ. അയാൾ വിചാരിച്ച് എൻ്റെ കൂടെ വേറെ ആളുണ്ടെന്ന്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാത്തതെന്ന്. അങ്ങനെ മസാല ഷവായൊക്കെ കഴിച്ചിട്ട് നേരെ പുറത്തിറങ്ങി. ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഞാനൊന്ന് ചെറുതായിട്ട് വീക്കെൻഡ് ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ്. സോളോ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സോളോ അങ്ങ് തലയ്ക്ക് പിടിച്ചേക്കാണ്. ഞാൻ അതിന് മുമ്പ് പോയിട്ടൊന്നുമില്ല, ഇതാദ്യമായിട്ടാണ് സോളോ ട്രിപ്പ്. അപ്പം ഞാൻ വിചാരിച്ച് അടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെ പോയി നമുക്ക് എൻജോയ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ച്. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. മീൻസ് എനിക്കറിഞ്ഞൂടാ ഇവിടെ വന്നിട്ടേ, മീൻസ് അങ്ങനെയല്ല, ഒരു പുതിയ സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടെ പോകുമ്പോൾ നമുക്ക് വേറെ പേടിക്കാനൊന്നുമില്ലല്ലോ, അങ്ങനെ വൈബടിച്ച് ചില്ലടിച്ചങ്ങ് നടക്കൂലേ. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴേക്കും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമോ, ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ട് പോവോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ച് ക്യാൻസലാക്കി. ഇന്നലെ വൈകിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. പിന്നെയും ക്യാൻസലാക്കി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും എൻ്റെ മൈൻഡിൽ തോന്നും, പോയി നോക്കിയാലല്ലേ അറിയാവുള്ളൂ എന്നൊക്കെ. എന്നിട്ട് പിന്നെയും ഞാൻ പാക്കൊക്കെ ചെയ്ത് അങ്ങനെ വയ്ക്കും, പിന്നെയും അൺപാക്ക് ചെയ്യും. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യത്തെ ഒരു ഡബിൾ മൈൻഡ് ഇതിൽ വെച്ചിട്ട് അവസാനം ChatGPT എൻ്റെ അടുത്ത് പറഞ്ഞു, കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വാ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് ChatGPT അറിയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ChatGPT എന്ന് പറയണത്. എന്താണ്, നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നമ്മൾ പറയണൊക്കെ കേട്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തരുന്ന ഒരു സാധനമാണ് ChatGPT. ഞാൻ ചുമ്മാ ഇരുന്ന് ചാറ്റ് ചെയ്യും. ആരും ഇല്ലെങ്കിലൊക്കെ ChatGPT എടുത്ത് ചാറ്റ് ചെയ്താൽ മതി, നല്ലൊരു സമാധാനം കിട്ടും. അപ്പോൾ ChatGPT പറഞ്ഞ് പോയി നോക്ക് എന്ന്. എന്നിട്ട് എനിക്ക് അവർ ലോ ബഡ്ജറ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് അത് കണ്ടുപിടിച്ചിട്ട് വന്നേക്കെയാണ്. ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപയും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കണത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു വീക്കെൻഡ് ഒന്ന് അടിച്ച് പൊളിക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കേ, ഇപ്പം എനിക്ക് പേടി കുറവുണ്ട്. ബസ്സിൽ കയറിയപ്പോഴൊക്കെ ഞാൻ ഒന്ന് ടെൻഷൻ അടിച്ച് എന്താവും എന്നൊക്കെ. പിന്നെ ഇന്നത്തെ നൈറ്റ് സ്റ്റേ ഇവിടെ കോഴിക്കോട് തന്നെയുള്ള കസബ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള കൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് നൈറ്റ് സ്റ്റേ. അവിടെ ഫ്രീ ആയിട്ടാണ്. ഇങ്ങനെ വിമൻസിന് ഒരു ഡോർമെട്രി പോലത്തെ ഒരു സംഭവമാണ്. അതും കേട്ടറിവ് മാത്രമാണ് കേട്ടോ, എനിക്ക് അങ്ങനെ അറിവ് മീൻസ് പോയിട്ട് അങ്ങനെയെന്ന് പറഞ്ഞിടാ, ഇങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞറിയാം, അവരങ്ങനെ നിന്നിട്ടുണ്ട്. സോ അവിടെ ആയിരിക്കും നൈറ്റ് സ്റ്റേ. അപ്പോൾ അവിടെ 10 മണിക്കുള്ളിലായിട്ട് കയറണം. ഇപ്പോൾ 9:30 കഴിഞ്ഞ്. ഞാനിവിടെ ഇങ്ങനെ വൈബടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. മീൻസ് ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്ക് കടലൊക്കെ കണ്ട് വാവ്, അടിപൊളി. ഭയങ്കര കാം പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പീസ്ഫുള്ളാവാൻ വരട്ടെ, മൺഡേ എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട്. എന്നിട്ടാണ് ഞാൻ ഇറങ്ങി ഇങ്ങനെ തിരിച്ചിരിക്കണത്. അതിന് എന്താവുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഇപ്പം എൻജോയ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഞാൻ വന്ന ഉടനെ ഞാൻ നേരത്തെ ചെറുതായിട്ട് വ്ളോഗ് എടുത്ത് തുടങ്ങിയായിരുന്നു, ഇൻട്രോ കൊടുത്തിട്ടില്ല. സോ അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ വന്ന ഉടനെ ഫുഡ് കഴിക്കാൻ പോയി. ഭയങ്കര വിശപ്പായിരുന്നു. ഓൾറെഡി ഇന്ന് ബസ് ഒരു 2.5 മണിക്കൂർ 3 അടുപ്പിച്ചായി. ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇവിടെ എത്തിയപ്പം ഓൾറെഡി ലേറ്റായി. ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ ഞാൻ കുറേ പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ കുറേ വാങ്ങി കഴിച്ച്. പിന്നെ മറ്റേ ഒരു കുഞ്ഞു മുട്ട ഉണ്ടല്ലോ, കുഞ്ഞു മുട്ടയുടെ പേരെന്താണ്, കോഴിമുട്ടയല്ല, മറ്റേ കോഴിയുടെ മുട്ടയാണ്, ഒരു കുഞ്ഞു മുട്ട ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നു. ആ മുട്ട വാങ്ങി കഴിച്ച്. അങ്ങനെ ഉപ്പിലിട്ടതൊന്നും കണക്കില്ല, മതിയാവണ പോലെ വാങ്ങിക്കഴിച്ച്. എന്നിട്ട് ഇവിടെ കടലും ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എണീക്കണം. എണീറ്റ് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ കൂട്ടിൽ പോകണം.
കൂടെന്നാണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ പേര്, അതും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എണീക്കാം പതുക്കെ. ആൾക്കാരൊക്കെ എന്നെ നോക്കണം. ഓക്കെ, അപ്പം ഞാൻ എന്താ കുറേ നേരം ഇങ്ങനെ വായി നോക്കി ബീച്ചിൻ്റെ അങ്ങറ്റത്ത് നിന്ന് ഇങ്ങറ്റം വരെ ചുമ്മാ ഇങ്ങനെ നടന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ച് ആ മണലിൽ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന്. കുറേ എലികളുണ്ടായിരുന്നു അവിടെ. അത് കുറച്ച് സീനായിരുന്നു. ഞാൻ കുറച്ച് നേരം പേടിച്ചായിരുന്നു. അതുകൊണ്ട് ആ കല്ലിലൊന്നും ഇരിക്കാൻ പറ്റില്ല, ആ തറയിൽ വേണം പോയി ഇരിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് അതിൻ്റെ എൻ്റെ പുറത്ത് കയറി ഇരുന്ന് കുറേ നേരം കടലൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്ന്. അടിപൊളിയായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. കാല് നനയ്ക്കാനോ കടലിലിറങ്ങാനോ ഒന്നും നിന്നില്ല. കാരണം ഇപ്പോൾ കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയില്ലേ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ അത്ര അത് സേഫ് അല്ല എന്ന് വിചാരിച്ച് കടൽ കണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി, ഇങ്ങനെ ഉപ്പിലിട്ട കാര്യങ്ങൾ. അതും ഏറ്റവും ഫേവറേറ്റ് പൈനാപ്പിളും മാങ്ങയാണ്. അങ്ങനെ ഇതാ പൈനാപ്പിൾ ഒരു 2-3 എണ്ണമൊക്കെ ഞാൻ വാങ്ങി കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ എന്താണ്, അത് കഴിഞ്ഞിട്ട് മറ്റേ കാടമുട്ട ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഞാൻ ആക്രാന്തം കയറി വാങ്ങി. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കഴിച്ചിട്ട് ഞാൻ കുറച്ച് കളയേണ്ടി വന്നു. പിന്നെ നേരെ ഓട്ടോ പിടിച്ച് കൂട് എന്ന് പറയുന്ന അവിടെ പോയി നോക്കി. അവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഷീ ലോഞ്ച് എന്ന് പറയണ ഇവിടെ ഒരു ഡോർമെട്രി റൂമെല്ലാം ഉള്ളൊരു ഇതെടുത്തി. ഇത് കോർപ്പറേഷൻ ആൾക്കാർ നടത്തുന്ന ഒരിതാണ്. അങ്ങനെ ഇവിടെ ഒരു സജഷൻ പറയാനാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ക്യാഷ് ഇവിടെ ഫ്രീ അല്ല, ഒരു 180 സംതിങ് കൊടുക്കണം. പിന്നെ പ്രീ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ അവിടെയായിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ. പിന്നെ രാവിലെ ആയേട്ടാ, രാവിലെ എണീറ്റ് റെഡി ആവുകയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചൊന്നും ഇടണമൊന്നുമില്ല, വെറ്റ് വൈപ്സ് ഇട്ട് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഐലൈനറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുകയാണ്. ഞാൻ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം പെട്ടെന്നായിരുന്നില്ലേ. അപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. ഭാഗ്യം ബ്രഷ് എടുത്ത്, അതുകൊണ്ട് ബ്രഷെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ ഇട്ട്. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലോട്ട് വിട്ട്. അപ്പം ഞാൻ വലിയ സെറ്റപ്പൊക്കെയാണ് പ്രതീക്ഷിച്ച് പോയത് കേട്ടോ. അപ്പം ഒരു കുഞ്ഞ് ചായക്കടേനെക്കാട്ടി കുഞ്ഞൊരു സെറ്റപ്പാണ്. പക്ഷേ തിരക്ക് ഇങ്ങനെ ലൈനായിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര തിരക്ക്. നമ്മളൊരാളുടെ ബാക്കിൽ ചെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, അയാൾ കഴിച്ചെണീറ്റിട്ട് വേണം നമുക്ക് കഴിക്കാം. അങ്ങനെ സീറ്റ് പിടിച്ചിട്ട് വേണം കഴിക്കാൻ പറ്റുള്ളൂ, അത്രയ്ക്കും തിരക്ക്. ഞാൻ ഇത്രയും തിരക്കുള്ള ഒരു കട കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കണ്ടിട്ടില്ല, അത്രയും തിരക്കാണ്. പിന്നെ ഞാൻ ചട്ടിപ്പത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്കിങ്ങനെ കൊണ്ടുവരും കേട്ടോ, കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ വെയിറ്റ് ചെയ്ത് ആ ഫുഡ് കിട്ടുമ്പം ആ വെയിറ്റ് ചെയ്തതിൽ നമുക്കൊരു വേർത്തുണ്ടാവും. അങ്ങനെ ഞാൻ ചട്ടിപ്പത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ കൊണ്ടുവരും കേട്ടോ അടുത്ത സാധനങ്ങൾ. പിന്നെ പഴംപൊരി, പിന്നെ കപ്പ, അത് കഴിച്ച്. പിന്നെ അവർ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മീൻ കറിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചൂര മീൻ വാങ്ങി, അതും കഴിച്ചു. അങ്ങനെ ഫുഡിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അടിപൊളി. മീൻസ് റിവ്യൂ ഒക്കെ ഫുള്ളാണ്, അത്രയും അടിപൊളി സാധനം, മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഒരു പ്ലാൻ പ്രകാരം SM സ്ട്രീറ്റിൽ പോകണം. പിന്നെ അതിൻ്റെ അടുത്തൊരു ചർച്ചുണ്ട്, അവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് ടിക്കറ്റ് പൈസ എൻട്രി ഫീസൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ഇതായിട്ട് ഞാൻ വിചാരിച്ചു, അവിടേക്ക് നേരത്തെ പോയിട്ടുള്ളതല്ലേ, ഒന്ന് ചുരം കണ്ടിട്ട് വരാമെന്ന്. വയനാട് എത്തൂല, അതിന് മുമ്പായിട്ട് താമരശ്ശേരി ചുരം ഒന്ന് കയറി കണ്ടിട്ട് തിരിച്ച് പോരാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങോട്ട് പോണ സ്ഥലത്തുള്ള ബസ്സിൻ്റെ അങ്ങോട്ട് പോകാൻ നിന്നപ്പോൾ ഉള്ളൊരു ഇതാണ് നിങ്ങൾ കണ്ടത്, തൂക്കുപാലം. എന്നിട്ട് നമ്മൾ ഒരു ബസ് കയറി. അവിടെ എപ്പോഴും ബസ്സുണ്ട്,
ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചത് വയനാടൊക്കെ ഇങ്ങനെ തിരക്ക് കുറഞ്ഞ അങ്ങനത്തെ റോഡായിരിക്കും എന്നാണ്. ഞാൻ പോയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര ബ്ലോക്ക് പോലത്തെ തിരക്കുണ്ട്. മീൻസ് ഇങ്ങനെ നിർത്തി അങ്ങനെ വേണം പോകാനായിട്ട്. അങ്ങനെ ദാ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുരങ്ങന്മാരും ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ട് കുരങ്ങന്മാർ, നമുക്കിങ്ങനെ എടുക്കാൻ തോന്നുന്ന ടൈപ്പ് കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ ദാ ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും ഇറങ്ങി. ഏറ്റവും ടോപ്പ് വരുന്ന ഞാൻ പോയിട്ടില്ലായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നിട്ടൊരു സ്ഥലം എത്തിയപ്പോൾ ഇറങ്ങി. പിന്നെ അതിൻ്റെ അടുത്ത് ദാ ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതില്ലായിരുന്നു, പൈനാപ്പിൾ ഇല്ലായിരുന്നു. സോ എൻ്റെ സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള മാങ്ങ വാങ്ങി, അത് കഴിച്ച്. അത് അടിപൊളിയായിരുന്നു ആസ് യൂഷ്വൽ. പിന്നെ ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തത് എന്തോ ഒരു നെല്ലിക്ക ഉപ്പല്ലല്ലോ, തേൻ നെല്ലിക്ക, അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ ട്രൈ ചെയ്ത്. പക്ഷെ അത് അത്രയ്ക്ക് വേണ്ടായിരുന്നു, റിഗ്രറ്റ് അടിച്ചു പോയി വാങ്ങിയതിൽ. അത്രയും മോശമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല സാധനം. അത് കഴിഞ്ഞ് ഹോട്ടൽ സംഗമം അങ്ങോട്ട് പോയി. അതിങ്ങനെ അത്ര ഫേമസ് ഒക്കെ ആണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ബഡ്ജറ്റ് നോക്കിയിട്ടാണ് നടക്കില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഹോട്ടൽ കണ്ടിട്ട് അങ്ങോട്ട് പോയി. ഇത് കോഴിക്കോടാണ് കേട്ടോ. തിരിച്ച് വന്ന് ഞാൻ എന്നിട്ട് അവിടെ ചെന്നപ്പം ഞാൻ ഹാഫ് ബിരിയാണി പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മുരളിച്ചേട്ടൻ്റെ കടയിൽ കിട്ടണ എൻ്റെ ത്രിബിൾ ഇതിലാണ് എനിക്ക് കിട്ടിയത്. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച്, അത് കണ്ടപ്പോഴേ മനസ്സറിഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല, അത്രയ്ക്ക് ഒരുമാതിരിയായിരുന്നു. അങ്ങനെ ബസ് നമ്പർ 1 കയറി, അടുത്ത ബസ് 2 കയറി. പിന്നെ നമ്മുടെ ഫൈനൽ ബസ്സിൽ കയറി, അതായത് നമ്മുടെ കോളേജിലോട്ട് പോകാനുള്ള ബസ്. സൈഡ് സീറ്റൊക്കെ കിട്ടി. എന്നിട്ട് നേരെ കോളേജിൻ്റെ അടുത്തെത്തി. ഒരു കടയിൽ കയറി. നന്ദുവിന് എന്തെങ്കിലും സ്നാക്സ്, മധുരമില്ലാത്ത എന്തെങ്കിലും സ്നാക്സ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് മിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങി. എൻ്റെ എനർജി എല്ലാം പോയി. അങ്ങനെ ഞാനൊരു ലൈം അങ്ങ് വാങ്ങി കുടിച്ച്. അപ്പോൾ പോയ എനർജിയൊക്കെ ഡബിൾ സ്പീഡിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് നേരെ ഓട്ടോയിൽ കയറി. പിന്നെ നമ്മുടെ ബാക്ക് ടു കോളേജിലോട്ട് തിരിച്ച് പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്, കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് സോളോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. വൺഡേ ആയിരുന്നു കറക്റ്റ് ഒരു ദിവസം. ഇന്നലെ ഒരു 4:30 പെട്ടെന്ന് ഇറങ്ങി തിരിച്ച്, ഇന്നൊരു 4:30 ആയപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. സംഭവം അടിപൊളിയായിരുന്നു. കുറേ നല്ല എക്സ്പീരിയൻസും കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു. അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു കയ്യിൽ നിന്നൊരു 1000 റുപ്പീസ് അറൗണ്ട് പൊട്ടിയിട്ടുണ്ട്. മെയിനായിട്ടത് ഫുഡിന് അത്ര ഇതൊന്നുമില്ല. മീൻസ് നമുക്ക് ചീപ്പായിട്ടുള്ള നല്ല ഫുഡ് കിട്ടണ സ്ഥലങ്ങളൊക്കെ അവൈലബിൾ ആണ് കോഴിക്കോട്. അങ്ങനെ ചീപ്പ് ഒരു 100 റുപ്പീസ് ഒരു നേരത്തെ ഫുഡിന് 100 റുപ്പീസിൻ്റെ അകത്തേ വരണുള്ളൂ. നല്ല അടിപൊളി ഫുഡുമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പൈസ പൊട്ടിയിട്ടുള്ളത് ഈ ഓട്ടോ, അങ്ങനെ ട്രാൻസ്പോർട്ടേഷനാണ് ഏറ്റവും കൂടുതൽ. ബസ് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ ആകുമ്പോഴേക്ക് 200 രൂപയൊക്കെ ആവണുള്ളൂ. പക്ഷേ ഓട്ടോ ഭയങ്കര റേറ്റാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അവരിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ബാർഗെയിൻ ചെയ്യാനുള്ള ഇത് ഒറ്റയ്ക്കായതുകൊണ്ട് ബാർഗെയിൻ ചെയ്യാനുള്ളൊരു മടി കൊണ്ട് ഞാൻ അങ്ങ് കൊടുക്കും. പിന്നെ അതുപോലെ വേറൊരു സജഷൻ എന്ന് പറയണത്, നമ്മളിപ്പം എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ കൂട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ സ്റ്റേ ചെയ്യാൻ നോക്കിയത്, അവിടെ സംഭവം ഫുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ ഞാൻ പോയത് ഷീലോഞ്ച്, അവിടെ എന്തോ ഭാഗ്യത്തിന് കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെയും ഏകദേശം ഫുള്ളായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ കൺഫേം ആയിരിക്കും, ഇല്ലെങ്കിൽ ചിലവർക്കൊന്നും റൂം കിട്ടിയിട്ടില്ലായിരുന്നു. സോ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം നേരത്തെ നമ്മളത് റൂമൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം പോകാൻ. പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ റൂം ഉണ്ടാവില്ല. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഫുഡ് സെറ്റായിരുന്നു. പിന്നെന്താണ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു സജഷൻ, ഈ സോളോ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. ഞാൻ ഇന്നലെ ഷടപടയെന്ന് ഇങ്ങനെ പോണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് എണീറ്റ് ഓടിയതാണ്. അപ്പം കുറച്ച് അത്ര പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സ്പോട്ടിൽ എണീറ്റ് പോയതാണ്. അപ്പം എനിക്കിതിൽ നിന്ന് മനസ്സിലായത് കുറച്ചും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരു സ്ഥലത്ത് അവിടെ എന്തൊക്കെയാണ്
അതിൻ്റെ അടുത്തുള്ള സ്ഥലം അങ്ങനെയൊക്കെയാണ്. ഞാൻ കുറച്ചൊക്കെ അത് പെട്ടെന്നായതുകൊണ്ടൊന്നും അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും അടിപൊളിയായിരുന്നു, സംഭവം കൊള്ളാം. പിന്നെ എന്താണ്, പിന്നെ ഇനി ബാക്ക് ടു നമ്മുടെ റിയാലിറ്റിക്ക് പോവുകയാണ്. നാളെ എനിക്കൊരു പ്രസൻറ്റേഷനുണ്ട്, അതിൻ്റെ ഒരു ടെൻഷനും ഇടയ്ക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് മൈൻഡ് ചെയ്തില്ല. അയ്യോ എൻ്റെ മാം വ്ളോഗൊക്കെ കാണുമെന്തോ. എന്നിട്ട് ഇതാ ഇനി പഠിക്കാൻ പോവുകയാണ്. ഇനി ട്രിപ്പിൻ്റെ എല്ലാം അങ്ങ് മായ്ച്ച് കളയിട്ട് ഇനി നാളെ ആ പ്രസൻറ്റേഷനൊന്ന് അടിപൊളിയാക്കണം. അത്രയൊക്കെ തന്നെ. സോ ബൈ ബൈ.